അതിശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതാ പ്രവചനം വന്നതോടെ കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന ആയിരക്കണക്കിന് പരസ്യ ബോർഡുകൾ ആശങ്ക സൃഷ്ടിക്കുകയാണ്. ഭൂരിഭാഗം പരസ്യ ബോർഡുകളും കെട്ടിടങ്ങൾക്ക് മുകളിലാണെന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്നത്. അനധികൃതവും കാലപ്പഴക്കം ചെന്നവയും തീർക്കുന്ന ഭീഷണി ചെറുതല്ല എന്നതാണ് വാസ്തവം. ശക്തമായ ഒരു കാറ്റടിച്ചാൽ നിലം പൊത്താവുന്ന കൂറ്റൻ ഹോർഡിങ്ങുകൾ മിക്കയിടത്തുമുണ്ട്. മുംബൈയിൽ കൂറ്റൻ പരസ്യബോർഡ് തകർന്നു വീണ് 16 പേർ മരിച്ച സംഭവം ഞെട്ടലുണ്ടാക്കുമ്പോൾ കേരളത്തിലും സമാനമായ അപകടം പതിയിരിപ്പുണ്ട്. തുരുമ്പ് പിടിച്ച് ക്ഷയിച്ചവ, വള്ളികൾ പടർന്നു പിടിച്ചവ, വാഹനമോടിക്കുന്നവരുടെ ശ്രദ്ധ തെറ്റിക്കുന്നവ. മഴ ശക്തമായിരിക്കെ കാറ്റടിച്ചാൽ ഇവയിൽ പലതും നിലം തൊടും. ഹോർഡിങ്ങുകൾ സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളാണ് അനുമതി നൽകുന്നത്. ഹോർഡിങ്ങുകളുടെ പ്ലാൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് സമർപ്പിച്ച് അംഗീകാരം ലഭിച്ചാൽ പെർമിറ്റ് ഫീസ് ഈടാക്കും. കൂടാതെ വലിയ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുന്നതിന് കൗൺസിൽ അംഗീകാരവും ആവശ്യമാണ്. എന്നാൽ ഇത് പാലിക്കപ്പെടാറില്ല. ഹോർഡിങ്ങുകളിൽ നിന്നുള്ള പരസ്യ വരുമാനം തദ്ദേശ സ്ഥാപനങ്ങൾക്കല്ല. ഹോർഡിങ്ങുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരതയും ബലപരിശോധനയും നടക്കാറില്ല. ഹോർഡിങ്ങുകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുമില്ല. ഇരുമ്പു ചട്ടക്കൂടുണ്ടാക്കിയാണ് പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത്. അംഗീകൃത എഞ്ചിനീയറുടെ ബലപരിശോധന സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഓരോ വർഷവും ലൈസൻസ് പുതുക്കണമെന്നാണ് ചട്ടം. ഒരിക്കൽ ലൈസൻസ് എടുത്തവർ ഇത് പുതുക്കാറില്ല എന്നതാണ് വിരോധാഭാസം. പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ അനധികൃത ഫ്ലക്സ്, പരസ്യ ബോർഡുകളും ഹോർഡിങ്ങുകളും ബാനറുകളും കൊടികളും നീക്കം ചെയ്യണമെന്ന് ഹൈക്കോടതി പലതവണ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒട്ടേറെ ഇടക്കാല ഉത്തരവുകളും സർക്കാർ ഉത്തരവുകളും അവഗണിക്കപ്പെട്ടു. 2019 ഫെബ്രുവരിയിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ 10 ദിവസത്തിനുള്ളിൽ നീക്കണമെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരുന്നു. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ബെഞ്ച് ഇതു സംബന്ധിച്ച് നിരവധി ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. കോടതി ഉത്തരവ് പ്രകാരം ഭീഷണിയായ ബോർഡുകൾ പലതും നീക്കം ചെയ്തതിനാൽ പ്രളയകാലത്ത് വലിയ പ്രതിസന്ധി ഉണ്ടായില്ല. എന്നാൽ പിന്നീടെല്ലാം പഴയപടിയായി. 2021 ഫെബ്രുവരിയിലും ഹൈക്കോടതിയിൽ നിന്ന് സമാനമായ ഉത്തരവുണ്ടായി. റോഡുകളിലോ നടപ്പാതകളിലോ തൂണുകളിലോ മറ്റു ഫ്രെയിമുകളിലോ സ്ഥാപിക്കരുത്. ദേശീയപാതയിൽ യാത്രക്കാർക്ക് ഭീഷണിയായ ബോർഡുകളും ഹോർഡിങ്ങുകളും നീക്കുന്നതിന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർ നടപടി സ്വീകരിക്കണം. നടപടിയെടുക്കാനാവുന്നില്ല എങ്കിൽ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ കലക്ടറെ അറിയിക്കണം. ഇത്തരം നിർദ്ദേശങ്ങളാണ് അന്ന് പുറപ്പെടുവിച്ചത്. ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് കേരളത്തിലുടനീളമുള്ള ഹോർഡിങ്ങുകൾ. ന്യൂസ് ഡെസ്ക്, റിപ്പോർട്ടർ.